നമ്മൾ തെറ്റിയാൽ ചോദിക്കുമല്ലോ ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കൂലേ? രണ്ടാൾക്കാർ വർത്താനം പറഞ്ഞ് തെറ്റിയാൽ അടുത്ത ചോദ്യം ഏതാണ്? ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കും. സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഉമ്മാന്റെ സംഭാവനയാണ്. ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത ആളാ. ഉമ്മ തോരുന്നതാ. ഉമ്മ അങ്ങോട്ട് തോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഉമ്മന്റെ ദ്വാണ് സാധനം. ഉമ്മന്റെ ദ്വാണ്. ഉമ്മയുടെ തോരുന്നതാണത്. എവിടച്ചോൻ എന്റെ കുട്ടിക്ക് കാഴ്ച തരണേ. ഉമ്മയാണ് അതിന്റെ പിന്നില്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിന്നിലാരാ? ഉമ്മയാണുള്ളത്. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവര്. പേപ്പർ 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 ഗൗസുല്ലാദമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചതാ റളിയല്ലാഹു അൻഹു. ഉമ്മയെ നോക്കിയേ. ഉമ്മാനോട് ഇടക്കിടക്ക് ചോദിക്കും, ഉമ്മ ഞാൻ ഈ ഇൽമ പഠിക്കാൻ വേണ്ടി പോട്ടേന്ന് ചോദിക്കും. ഇമ്മ പറയും പോണ്ടാന്ന്. എന്താ പോണ്ടാന്ന് പറയാൻ കാരണം എന്താ? നിങ്ങള് പോയാൽ പിന്നെ ആഖിറത്ത് നിന്നാണ് കാണാം. വരവില്ല, പോക്ക് മാത്രമേ ഉള്ളൂ. അന്നത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പോയാ പിന്നെ പോയത് തന്നെയാണ്. പിന്നെ ദുന്യാവെന്ന് കണ്ടെങ്കി ആയി, ഇല്ലെങ്കിൽ ഒരിക്കലും കാണൂല. ഞാൻ ആഖിറത്തിൽ വെച്ചാണ് കാണുക. അതുകൊണ്ടാണ് ഉമ്മ പോണ്ടാറുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു അറഫാ ദിനത്തിൽ പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോ ഒരു പശുവിനെ കണ്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പന്റെ വടി എടുത്തുങ്ങാണ്ട് ഒന്ന് കൊട്ടി ആ പശുവിനെ. പശു ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, യാ മുഹിയുദ്ദീൻ അലിഹാദാ ഖുലിഖത അം ബിഹാദാ ഉമിർത. ലിസാനുൽ ഹാല് കൊണ്ട് ചോദിച്ചു എന്നാണ് അതിന് നൽകപ്പെട്ട വിശദീകരണം. സാന്ദർഭികമായ ചോദ്യം എന്ന് പറഞ്ഞാല് ഗൗസുൽ ആലം മാത്രം കേൾക്കുന്ന തോന്നൽ പശു ചോദിക്കുന്നതായിട്ട്. മുഹിയുദ്ദീനെ ഇതിനാണോ എന്നെ പഠിച്ചത് എന്ന് ചോദിച്ചു. വീട്ടിൽ ചെന്നിട്ട് അമ്മാട് പറഞ്ഞു, ഉമ്മ ഇനി പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോവാണ് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അമ്മാൻ കൊടുത്തു. അങ്ങനെ പോയി മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഇറാഖിലേക്ക് പോയതല്ല, പോയി ഇറാഖിൽ എത്തിയതാണ്. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഇറാനിലെ ജീലാൻ അല്ലെങ്കിൽ കൈലാൻ എന്ന് പറയുന്ന നാട്ടുകാരനാണ്. ജീലാൻ എന്നും പറയാം, കൈലാൻ എന്നും പറയാം, രണ്ടും ശരിയാണ്. ഒന്നൊരു ഉൾനാടാണ്, ഒന്ന് അറിയപ്പെടുന്ന നാടാണ്. ദൂരെ എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മളോട് നാട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ തിരൂര് എന്നാ പറയാ. തിരൂര് എവിടെയെന്ന് ചോദിച്ചാൽ പറയും കാരത്തൂരാണ് എന്ന മാതിരിയാണ് ജീലാനും കൈലാനും. ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ കൈലാനി എന്നോവര് ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവര്. അവിടെ കൈലാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഒന്ന് വിശാലമാണ്, ഒന്ന് അവരുടെ ഉൾനാടാണ്, ഉൾനാടൻ പ്രദേശമാണ്. അങ്ങനെയാണ്. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. 25-ാമത്തെ വയസ്സിനാണ് യാത്ര പോകുന്നത്. 25 വയസ്സ് വരെ ഉമ്മാന്റെ അടുത്ത് പഠിച്ചു. 25-ാം വയസ്സിൽ യാത്ര തിരിച്ചു. 25 കൊല്ലം പഠനം നടത്തി യാത്ര ചെയ്തു. ആദ്യമായി കാണുന്നത് അബുൽ വഫ എന്ന പേരായ ഒരു ഗുരുനാഥനെയായിരുന്നു. അദ്ദേഹം റോഡ് സൈഡിൽ തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന വെള്ള കച്ചവടക്കാരനായിരുന്നു അബുൽ വഫ എന്ന് പറയുന്ന ആള്. ഇതൊരു സാധാരണ കച്ചവടമല്ലെന്നും ഇദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നും മനസ്സിലാക്കിയ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങളൊപ്പം കച്ചവടത്തിന് കൂടട്ടെ എന്ന് ചോദിച്ചു. കൂടിക്കോർന്നു. റഫ് സ്വഭാവക്കാരനായിരുന്നു അബുൽ വഫ.
ഒരാൾക്ക് സഹിച്ചു നിൽക്കാൻ പറ്റൂല. എന്നാൽ ഇത് സഹിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചിട്ട് അവിടെ നിന്നു. പോകൂലെന്ന് മനസ്സിലായപ്പോ ഇൽമ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതാണ് ആദ്യമായി കണ്ടുമുട്ടുന്ന ഗുരുനാഥൻ. അവിടുന്ന് തന്നെ അങ്ങനെ പഠിക്കുന്ന 25 കൊല്ലം പഠിച്ചു. 40 കൊല്ലം വയസ്സ് പറഞ്ഞു മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. 90 വയസ്സ് വരെ ജീവിച്ചു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൽ കേട്ടാരേയിരുന്നോവർ 40 ആണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ. ഉമ്മാന്റെ സംഭാവനയാണ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുത്തുനബി ആരെ സംഭാവനയാണ്? വാപ്പ ജനിക്കണതിന് മുമ്പ് മരിച്ചിട്ടുണ്ട്. ഉമ്മയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ടുള്ളത്. അത് 6 വയസ്സ് വരെ. അതിന് നമുക്കൊരു സന്ദേശം കിട്ടും. നേരങ്ങത്തിൽ നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി കിട്ടും. നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല, എനിക്ക് കിട്ടുന്നുണ്ട്. വേണമെന്ന് എഴുതി നോക്കിയാല് 6 വയസ്സ് വരെയൊക്കെ നോക്കിയാൽ തന്നെ മതിയാവും. അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മ അങ്ങനെ മരിക്കാൻ പാടില്ലല്ലോ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സംവിധാനവും കൃത്യമായി ഒരുക്കിയിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റഹ്മത്തും അല്ലാഹു ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കൊല്ലം മതിയായതുകൊണ്ടാണല്ലോ 6 കൊല്ലം കഴിഞ്ഞപ്പോ കൊണ്ടുപോയത്. അത് പഠിച്ചോന്റെ അടുത്തൊരു അബദ്ധം പറ്റിയെന്നല്ല, അത് 6 കൊല്ലം മതി. അതുകൊണ്ട് തന്നെയാണ് നേരങ്ങത്തിലാണെങ്കിൽ അത് മതി എന്നുള്ള മനസ്സിലാണത്. 6 കൊല്ലം നോക്കിയത്. 6ാമത്തെ വയസ്സിൽ മദീനയിൽ നിന്ന് മടങ്ങി വരുമ്പോ അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെടുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന അടിമയോടൊപ്പം മക്കയിലേക്ക് മടങ്ങി വരികയാണ്. വല്ലിപ്പ നോക്കുന്നു, മൂത്താപ്പ നോക്കുന്നു, എളാപ്പ നോക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞ ആദ്യം പഠിക്കാനുള്ളത് ഇബ്രാഹിം നബിനെയാണ് അലൈഹിസ്സലാം. ഒരാളുടെ വാപ്പ എന്ന് പറഞ്ഞാല്, വാപ്പിയത്ത് എന്ന് പറഞ്ഞാല് ഇബ്രാഹിമിയത്താണ്. ഒരാൾക്ക് വാപ്പയാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാല് ഇബ്രാഹിം നബിന്റെ സ്വഭാവമാണ് വാപ്പയാകാനുള്ള യോഗ്യത. മകനാകാനുള്ള യോഗ്യത ഇസ്മായിലിയത്താണ്. ഇബ്രാഹിമിയത്തുണ്ടായാൽ വാപ്പയായി, ഇസ്മായിലിയത്തുണ്ടായാൽ മകനായി. രണ്ടാളെയും പഠിക്കാൻ മാത്രമുണ്ട്. ഇബ്രാഹിം നബിനെയും പഠിക്കാൻ മാത്രമുണ്ട്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും പഠിക്കാൻ മാത്രമുണ്ട്. ഒരു വാപ്പ എങ്ങനെയായിരിക്കണം? ഒരു വാപ്പാന്റെ ആഗ്രഹം എന്തായിരിക്കണം? ഒരു വാപ്പാന്റെ ദുആ എങ്ങനെയായിരിക്കണം? ഒരു വാപ്പാന്റെ മനസ്സ് എന്തായിരിക്കണം? എല്ലാം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചു തരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ ഉണ്ടാക്കി. ആദ്യം കാബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണെന്ന് അഭിപ്രായമുണ്ട്. അതിന്റെ മുന്നേ കാബ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും മലക്കുകളാണ് ആദ്യം ഉണ്ടാക്കിയത്. രണ്ടാമത് കാബ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട കാബ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അള്ളന്നെ പൊളിച്ചു. ആരെ പൊളിച്ച്? അള്ളന്നെ. നൂഹ് നബിന്റെ കാലത്ത് അള്ളാഹു തആല വെള്ളപ്പൊക്കം ഉണ്ടാക്കിയാണ്ട് എന്താ പൊളിച്ചണ്ടാന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ ആ സ്ഥലം മാത്രം വെള്ളം കയറാതിരുന്നാ പോരെ. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ എവിടെല്ലാം കയറാതിരിക്കുന്നുണ്ട്. പൊളിച്ചണ്ടാന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവിടെ കയറാതിരുന്നാൽ മതിയല്ലോ. അത് പൊളിച്ച തന്നെയാണ്. പൊളിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാബ പുനർനിർമ്മിച്ചു. ആ കാബ പൊളിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നു. പൊളിച്ചാൻ സമ്മതിച്ചില്ല. വന്നോരെ പൊളിച്ചു. ആദ്യം മലക്കുകൾ ഉണ്ടാക്കിയ കാബയെ അള്ളാഹു പൊളിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോ പൊളിക്കാൻ വന്നവരെ അള്ളാഹു പൊളിച്ചു വിട്ടു. എന്താ രണ്ട് കാബയും തമ്മിലുള്ള വ്യത്യാസം? ഇബ്രാഹിം നബിന്റെ ഒരു ദുആയുടെ വ്യത്യാസം. ഇബ്രാഹിം നബി കാബ ഉണ്ടാക്കിയിട്ട് ഒരു ദുആ നടത്തി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ നീ ഖബൂലാക്കണം, സ്വീകരിക്കണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ
ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കണം എന്ന് തോരുന്നു. ആരെ സന്താന പരമ്പര? ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ പറഞ്ഞേക്കണം. അതിനാണ് ഞാൻ ഇത്തിരി ഇടങ്ങാറായിട്ട് കല്ലേറ്റണത്. ഞാൻ ഈ കല്ലേറ്റിങ്ങാണ്ട് വയസ്സാം കാലത്ത് ഇടങ്ങാറാണത് എന്തിനാ? ഈ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ അയക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ പണിയെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തോരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 മക്കള്, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അലൈഹിമുസ്സലാം. അതിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കൾ ഇസ്ഹാഖ് നബിയുടെ സന്താനങ്ങളിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ. അതിൽ ഒരു നബി മാത്രമാണ് വന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി വരാനാണ് ഞാൻ ഈ കാബ ഉണ്ടാക്കണതെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാനാണ് കാബ ഉണ്ടാക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദോരുന്നു എന്നുള്ളതാണ് പൊളിക്കാൻ സമ്മതിക്കാതിരുന്നതിന്റെ കാരണം. എന്തിനാണ് കുടിയിരിക്കുമ്പോ മങ്കൂസ് മൗലിദ് എന്നതിന്റെ ഉത്തരാണത്. നമുക്കൊരു യാസീനോന്നുണ്ടോ ഇത് വരുന്നാ പോരെന്ന് ചോദിക്കും. ഖുർആനല്ലേ ഏറ്റവും വലുത്, നമുക്ക് യാസീനോ ഇത് വരുന്ന പോരാ. പറഞ്ഞിട്ടാ തോന്നും ഖുർആൻ അല്ലാഹു തആല നൂലുമ നമ്മക്കിണ്ട് ഇറക്കിയതാണ്. താരത്തൂരുകാരൻ നാട്ടുകാര് നമ്മളെ നാട്ടുകാരാണല്ലോ, ഞങ്ങളോട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയാനേ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ?